മലയാള സിനിമയുടെ മദ്രാശപട്ടണ കാലത്തേക്ക് ചൂളം വിളിച്ച് 80 മദ്രാസ് മെയിൽ ഓർമ്മ തീവണ്ടിയായി. 80കളിലെ മലയാള സിനിമാ താരങ്ങളുടെയും അണിയർ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ 80 മദ്രാസ് മെയിലാണ് പഴയകാല സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മലയാള സിനിമയുടെ മദിരാശിപട്ടണ കാലത്തേക്ക് ചൂളം വിളിച്ച 80 മദ്രാസ് മെയിൽ ഓർമ്മ തീവണ്ടിയായി. കോടമ്പാക്കവും സാലിഗ്രാമവും വടപ്പളനിയുമൊക്കെ സുഗന്ധമുള്ള ഓർമ്മകളായി മുല്ലപ്പൂക്കൾ ചൂടി നിന്ന പകൽ. 80കളിലെ മലയാള സിനിമാ താരങ്ങളുടെയും അണിയർ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ 80 മദ്രാസ് മെയിലാണ് പഴയകാല സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ആശയത്തിൽ ഉടലെടുത്ത ഈ പുനഃസംഗമത്തിന്റെ 3ാം എഡിഷനായിരുന്നു നെടുമ്പാശ്ശേരിയിലെ സാജർത്ത് ഹോട്ടലിൽ നടന്നത്. പഴയ സിനിമകളുടെ ഓർമ്മകൾ പങ്കിട്ട് ചിരിച്ചും തങ്ങളിലേക്ക് കാരണവന്മാർക്ക് ആദരമർപ്പിച്ചും ആവശ്യമുള്ളവർക്ക് സഹായങ്ങൾ നൽകാൻ ഒരുക്കങ്ങൾ നടത്തിയുമായിരുന്നു സംഗമം. ഈ ഒരു വലിയ കലാകാരിയാകാനുള്ള മട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ കളിച്ചും തിരിച്ചും പറഞ്ഞു. ആൾ ഇന്ത്യ റേഡിയോയിലെ ബാലലോകത്തിലെ ചെറിയ കുട്ടിയായിരുന്നു. ആ ബാലലോകത്തില് എനിക്ക് അവിടെ നിന്ന് അവിടെ ഏതും കൊണ്ടുവന്നാലും ശബ്ദമില്ലാതെ മൈക്കിന്റെ മുൻപ് നിന്നിട്ട് അങ്ങനെ വേണം സംസാരിക്കാൻ. ഒരു പേപ്പറിന്റെ അനക്കം പോലും ഇല്ലാതെ സംസാരിച്ച് അതിൽ നിന്ന് പേരെടുത്തിട്ടാണ് ഞാൻ പിന്നെ കലാകേന്ദ്രത്തിൽ വലിയ നടിയായിട്ട് പോയി. കൊട്ടാരത്തിലെ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു 10-12 പ്രാവശ്യം അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നാടകം, ഡാൻസ്, അത് കഴിഞ്ഞ് ഡാൻസ് ഗ്രൂപ്പിൽ പോയി ഇന്ന് എവിടെയോ പോയി നമ്മുടെ സ്വന്തം നാട് വിട്ട് ഞാൻ അന്യ സ്ഥലത്തിരിക്കുകയാണ്, ചെന്നൈയിൽ. പഴയ ഓർമ്മകൾ പങ്കുവെച്ചും ഗെയിമുകൾ കളിച്ചും അവർ സിനിമാ ഓർമ്മകളിലേക്ക് മടങ്ങിയെത്തി. കുഞ്ചനും മണിയൻപിള്ള രാജുവുമായിരുന്നു രസച്ചരടിന്റെ ചുക്കാൻ പിടിച്ചത്. നടൻ രവികുമാറിനെ അനുസ്മരിച്ചാണ് ചടങ്ങുകൾ തുടങ്ങിയത്. കഴിഞ്ഞ തവണ സജീവമായി പങ്കെടുത്തിരുന്നു രവികുമാർ. സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ മദ്രാസിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നതിന്റെ ഓർമ്മയ്ക്കാണ് 80 മദ്രാസ് മെയിൽ എന്ന കൂട്ടായ്മയ്ക്ക് പേര് നൽകിയത്. കൃഷ്ണൻ നായർ എന്നുള്ള പേരിലായിരുന്നു ജയൻ അറിയപ്പെട്ടത്. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അതിൽ ഡ്രാക്കുലയായിട്ടായിരുന്നു ജയൻ അഭിനയിച്ചത്. ഒരു 3-4 സീൻസ് ദിവസം അഭിനയിച്ചു. പിന്നെ ആ പടം ഗോഡ് ഷെൽഡ്, അത് റിലീസായില്ല, കംപ്ലീറ്റ് ചെയ്തില്ല. അവസാനത്തെ എൻ്റെ പടം അഭിനയത്തിൽ എന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ചത് ജയനാണ്. ജയന്റെ ആദ്യത്തെ പടത്തിൽ ഞാനും എൻ്റെ അവസാനത്തെ പടത്തിൽ ജയനും അതിനെ അഭിനയിച്ചു. അങ്ങനെ ഒരു കോയിൻസിഡൻസ് അന്നുണ്ടായി. പേര് പോലെ തന്നെ ഇപ്പോഴും പലരും ഈ കൂട്ടായ്മയ്ക്കായി എത്തിയത് ആ പഴയ മദ്രാസിൽ നിന്നു തന്നെ. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന നടീനടന്മാർ, സംവിധായകർ, നിർമ്മാതാക്കൾ, ഗായകർ, സാങ്കേതിക പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം സംഗമത്തിൽ പങ്കെടുത്തു. ആദ്യകാല നിർമ്മാതാവും സംവിധായകനുമായ RS പ്രഭുവിന്റെ 95ാം ജന്മദിന കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഭാർഗവി നിലയം ഉൾപ്പെടെ മലയാള സിനിമയുടെ ഗതി നിർണയിച്ച സിനിമകളുടെ നിർമ്മാതാവാണ് പ്രഭു. സംവിധായകൻ P. ചന്ദ്രകുമാർ RS പ്രഭു സിനിമാ ചരിത്രം അനുസ്മരിച്ചു. ബാഹ്യശക്തികളുടെ ആ ഒരു ഇതിൽ ഞാൻ രക്ഷപ്പെട്ടു. ഈ ഒരു പേരുണ്ട്. അപ്പൊ കുതിരവട്ട പപ്പിനോടൊക്കെ അഭിനയിച്ചില്ലപ്പം അപ്പൊ വളരെ ഭവ്യതയോട് കൂടി വരൂ അപ്പൊ ഈ ബാസിച്ചേട്ടൻ ഞാൻ മാളയോടൊക്കെ അഭിനയിച്ചോണ്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കും, എന്തായിരുന്നു അവര് വല്ല പുതിയ സീനും വല്ല എഴുതി ചേർത്തോ, എന്തായിരുന്നു ഡയലോഗ്, അതൊക്കെ ബാക്കിയുള്ളവരുണ്ടാക്കണം. ആദ്യകാല നായക നടിയായിരുന്ന വഞ്ചിയൂർ രാധയെ വിധു ബാലയും ശ്രീമൂലനഗരം മോഹനനും ചേർന്ന് ആദരിച്ചു. ശ്രീലത നമ്പൂതിരിയെ സംവിധായകരായ കമൽ, K. മധു, അനുപമ മോഹൻ എന്നിവരും, നടൻ ജനാർദ്ദനന് സംവിധായകരായ ഭദ്രൻ, രാജസേനൻ, നടൻ ജോസ് എന്നിവർ ചേർന്ന് ആദരവ് നൽകി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ആശങ്കകളില്ലാതെ ഇനി നിങ്ങളുടെ പ്രസവകാലം ആഘോഷിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ. വേദനരഹിത പ്രസവം, വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ ഗർഭകാല പരിചരണം, അത്യാധുനിക ലേബർ റൂം, കൂടാതെ 9,999 രൂപയുടെ സ്പെഷ്യൽ ഡെലിവറി പാക്കേജും. കേരളത്തിലെ മികച്ച ഗൈനക്കോളജിസ്റ്റ് സേവനങ്ങൾക്കായി സമീപിക്കാം പാലാരിവട്ടം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ.